യേശുവിൻ കുഞ്ഞുങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പാട്ടുകളൊക്കെ പഠിക്കുന്നുണ്ടോ? ഇതെല്ലാം ഓർത്തെടുക്കുന്നുണ്ടോ? കഥയൊക്കെ മനസ്സിലാകുന്നുണ്ടോ? അതോ ചുമ്മാതെ ഇരുന്ന് കളിച്ച് പഠിച്ചങ്ങ് പോവുകയാണോ? അല്ല, യേശുവിൻ കുഞ്ഞുങ്ങൾ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലായ്പ്പോഴും വളർന്ന, എല്ലായ്പ്പോഴും നിലകൊള്ളുന്നവരാ. കാരണം നമ്മുടെ സങ്കേതം ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം. അതിന് ദൈവം അവിടുന്ന് ഇടയാക്കട്ടെ. എല്ലാ മിടുക്കികളും മിടുക്കന്മാരും ഒരുമിച്ച് ചേർന്ന് പാട്ട് പഠിക്കണം. പഠിക്കുമോ? പാട്ട് പഠിക്കണം. യേശു ക്രിസ്തു എൻ്റെ നേതാവാണ്. ഈ ഭൂമിയിൽ ഏത് പ്രതികൂലങ്ങളെയും നേരിടാൻ എനിക്ക് കരുത്ത് തരുന്ന എൻ്റെ സങ്കേതം എൻ്റെ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ മുറുകെ പിടിക്കാം. ഓരോ പാട്ടും കഥയും നമുക്ക് ബലം നൽകുന്നതാകട്ടെ. നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ഒന്നായി പാടാം. ഹായ് ഫ്രണ്ട്സ്, മുമ്പത്തെ എപ്പിസോഡിലൊക്കെ പഠിക്കുന്ന പാട്ടുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ഇന്ന് ഞാൻ ഒരു പുതിയ ഇംഗ്ലീഷ് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ദൈവം എന്ത് വലിയവനാണല്ലേ! എന്ത് ചെറുതോ വലുതോ എന്ത് കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് മുന്നിൽ താഴ്ന്നപേക്ഷിച്ചാൽ ദൈവം അത് സഹായിക്കും. അതുപോലെ ദൈവത്തിന് അസാധാരണം എന്നൊരു വാക്കേ ഇല്ല. എല്ലാം ദൈവത്തിനെ കൊണ്ട് സാധ്യമാണ്. നമുക്ക് അതിൽ ചേർന്നാണ് നമ്മൾ ഇന്നൊരു പാട്ട് പഠിക്കാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ പാട്ടിലേക്ക് പോകാം. My God is strong, He'll do anything big or small. Nothing is impossible for super wonderful God. Every day I can know God is always there for me and my family. Every day I can know greater is the one who lives inside of me. Super big, super strong, super wonderful God. Super big, super strong, super wonderful God. Oh, 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 oh. My God is strong, He'll do anything big or small. Nothing is impossible for super wonderful God. Every day I can know God is always there for me and my family. Every day I can know greater is the one who lives inside of me. Super big, super strong, super wonderful God. Super big, super strong, super wonderful God. Oh, 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 oh. ഓക്കെ, നമുക്കിതിൻ്റെ ഓരോ വരിയായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് രണ്ട് വരി നമുക്ക് പഠിക്കാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. മൈ ഗോഡ് ഈസ് സ്ട്രോങ്, ഹീൽ ഡു എനിത്തിങ് ബിഗ് ഓർ സ്മോൾ. നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ എ സൂപ്പർ വണ്ടർഫുൾ ഗോഡ്. ഒന്നുകൂടെ പാടാം നമുക്ക്. മൈ ഗോഡ് ഈസ് സ്ട്രോങ്, ഹീൽ ഡു എനിത്തിങ് ബിഗ് ഓർ സ്മോൾ. Nothing is impossible for a super wonderful God. Every day I can know God is always there for me and my family. Every day I can know greater is the one who lives inside of me. ആ രണ്ടുപേരും നമ്മൾ സെയിം ട്യൂണാണ്. അതായത് എന്നും ദൈവം നമ്മുടെ കുടുംബത്തിന് എന്നും ദൈവം കാണും.
അതാണ് ഈ 4 വരികൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പാടാം. 1, 2, 3 start. Every day I can know God is always there for me and my family. Every day I can know greater is the one who live inside of me. Super big, super strong, super wonderful God. Super big, super strong, super wonderful God. ഓക്കെ, 4 ലൈനും ഒരേ ട്യൂണാണ്. നമുക്ക് ഒന്നുകൂടെ പാടാം. സൂപ്പർ ബിഗ്, സൂപ്പർ സ്ട്രോങ്, സൂപ്പർ വണ്ടർഫുൾ God. Super big, super strong, super wonderful God. Oh, 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 oh. ഇത്രയേ ഉള്ളൂ പാട്ട്. പഠിച്ചില്ലേ എല്ലാവരും? നമുക്ക് ഒന്നിച്ചൊന്ന് ഉറക്കെ പാടാം. നമുക്ക് റെഡിയല്ലേ? ഓക്കെ, നമുക്ക് അച്ഛനോട് നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. My God is strong, He'll do anything big or small. Nothing is impossible for super wonderful God. Every day I can know God is always there for me and my family. Every day I can know greater is the one who live inside of me. Super big, super strong, super wonderful God. Super big, super strong, super wonderful God. Oh, 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 oh. My God is strong, He'll do anything big or small. Nothing is impossible for super wonderful God. Every day I can know God is always there for me and my family. Every day I can know greater is the one who live inside of me. Super big, super strong, super wonderful God. Super big, super strong, super wonderful God. Oh, 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 oh. എല്ലാവർക്കും ഇഷ്ടമായോ ഈ പാട്ട്? ഓക്കെ, നിങ്ങളെല്ലാവർക്കും വീട്ടിലും എല്ലാവർക്കും ഈ പാട്ട് നിങ്ങൾ പാടിക്കൊടുക്കുക. പപ്പായും മമ്മിയും എല്ലാവരും വിളിച്ചിരുത്തി ഇന്ന് ഞാൻ പഠിച്ച പാട്ടാണിത്. അപ്പോൾ നിങ്ങളും ഈ പാട്ട് പഠിക്കുമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചിരുത്തി ഈ പാട്ടൊക്കെ പാടി കേൾപ്പിക്കുക. സ്കൂളുകളിൽ പോകുമ്പോഴും സൺഡേ സ്കൂളിൽ പോകുമ്പോഴും എല്ലാം ഞാൻ പുതിയതായിട്ട് പാട്ട് പഠിച്ചു, നിങ്ങളും അത് പഠിക്കുക എന്നും പറഞ്ഞ് എല്ലാവരെയും ഈ പാട്ട് പഠിപ്പിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അച്ഛൻ പുതിയൊരു പാട്ടുമായി വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ. Hello, how are you? Hope you all are fine. Yeah? Yes, because my God is stronger. My God is stronger. Are you stronger? We used to say, yes, I'm stronger. See? I have the muscle power. I have the money power. I have the political power. I have the military power. Dear children, Christ is stronger and he is above all. അറിയാമോ, ക്രിസ്തുവാണ് ശക്തൻ, ക്രിസ്തുവാണ് ബലമുള്ളവൻ. ആ ബലമുള്ള ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഞാനും നിങ്ങളും സുരക്ഷിതരാ. ആ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളാൻ ഇടയാകട്ടെ. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം.
കഥയിലൂടെ. ഹായ് കൂട്ടുകാരെ, സന്തോഷമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കഥ കേൾക്കുന്ന ഇഷ്ടമല്ലേ? നമുക്കെന്നാൽ കഥ കേൾക്കാം. ഇന്ന് യേശു അപ്പച്ചൻ ഏറ്റവും അധികം സ്നേഹിച്ച ബഥാനിയയിലെ ഒരു കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. യേശു അപ്പച്ചൻ സ്നേഹിച്ചെന്ന് പറയുമ്പോൾ യേശു അപ്പച്ചനോട് ഏറ്റവും അധികം അടുത്ത് നിന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നറിയാമോ? ഒരു സഹോദരനും 2 സഹോദരിമാരും. സഹോദരൻ്റെ പേര് ലാസർ എന്നും സഹോദരിമാരുടെ പേര് മാർത്ത, മറിയ എന്നുമായിരുന്നു. യേശുപ്പച്ചന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരായിരുന്നു ഈ 3 പേരും. യേശുപ്പച്ചനോട് ചേർന്ന് നിന്ന് യേശുപ്പച്ചനെ ശുശ്രൂഷിച്ച് യേശുപ്പച്ചൻ്റെ വചനങ്ങൾ കേട്ട് സന്തോഷത്തോടെ ഇങ്ങനെ കഴിഞ്ഞ ആൾക്കാരായിരുന്നു. ആര്? ഈ ബഥാനിയയിലെ ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും കുടുംബം. ഇങ്ങനെ അവർ കഴിഞ്ഞു വന്നപ്പോൾ പെട്ടെന്നൊരു ദിവസം എന്ത് സംഭവിച്ചെന്നറിയാമോ കൂട്ടുകാരെ? ഈ യേശുപ്പച്ചന് ഇഷ്ടമുള്ള ലാസർ അങ്ങ് മരിച്ചുപോയി. മരിച്ചുപോയപ്പോൾ അവരെന്ത് ചെയ്തു? ഉടനെ മറിയയും മാർത്തയും കൂടി എങ്ങനെങ്കിലും ഇത് ഓടി വന്ന് യേശുപ്പച്ചനെ അറിയിച്ചു. എന്നാൽ യേശുപ്പച്ചൻ അന്നേരം മറ്റൊരു സ്ഥലത്തായിരുന്നു. യേശുപ്പച്ചൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ വന്നുകൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കരഞ്ഞ് കരഞ്ഞ് വിഷമിച്ചിങ്ങനെ യേശുപ്പച്ചനെ നോക്കിയിരുന്നു. ലാസർ മരിച്ച് 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി. 3-ാമത്തെ ദിവസം ആര് വന്നു? യേശുപ്പച്ചൻ ഈ ഭവനത്തിൽ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഈ മാർത്തയും മറിയയും കൂടി യേശുപ്പച്ചനെ സ്വീകരിച്ചു. തങ്ങളുടെ സഹോദരൻ്റെ മരണം ആ സഹോദരിമാർക്ക് വലിയ വേദനയുണ്ടായി. യേശുപ്പച്ചൻ അവരുടെ വേദന കണ്ട് യേശുപ്പച്ചനും കരഞ്ഞു. അത്രയ്ക്ക് ആ ഭവനത്തെ ആര് സ്നേഹിച്ചിരുന്നു? യേശുപ്പച്ചൻ സ്നേഹിച്ചിരുന്നു. എന്നാൽ യേശുപ്പച്ചൻ പറഞ്ഞു, നിങ്ങളാരും വിഷമിക്കേണ്ട, ഇത് ദൈവനാമം മഹത്വപ്പെടേണ്ടതിനത്രയെന്ന്. അതായത് ഈ ലാസർ മരിച്ചത്, ഇവരുടെ സഹോദരൻ മരിച്ചത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തേണ്ടതിനാണെന്ന്. സഹോദരിമാർക്ക് വലിയ ആശ്ചര്യമായി. സഹോദരിമാരോട് യേശുപ്പച്ചൻ പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടേണ്ട, ലാസർ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഉടനെ സഹോദരിമാർ പറഞ്ഞു, ഞങ്ങൾക്കറിയാം അവൻ പുനരുത്ഥാന നാളിൽ ഉയർത്തെഴുന്നേൽക്കും. അതായത് മറ്റൊരു ലോകത്ത് വരുമ്പോൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ യേശുപ്പച്ചൻ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. അങ്ങനെ അവരെന്ത് ചെയ്തു? യേശുപ്പച്ചനുമായിട്ട് ലാസറിനെ അടക്കിയ കല്ലറയുടെ അടുക്ക വന്നു. യേശുപ്പച്ചൻ പറഞ്ഞു, കല്ലറയുടെ കല്ല് മാറ്റ്. അങ്ങനെ കല്ലറയുടെ കല്ല് മാറ്റി കഴിഞ്ഞപ്പോൾ യേശുപ്പച്ചൻ എന്ത് ചെയ്തെന്നറിയാമോ? ലാസറിനോട് പറഞ്ഞു, ലാസറേ പുറത്തു വരിക. യേശുപ്പച്ചൻ പറഞ്ഞപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ കണ്ടോണം, ആ ലാസർ ഇതാ പുറത്തു വന്നു. ഇത് കണ്ട് അവിടെ നിന്നവർക്കെല്ലാം വലിയ ആശ്ചര്യമുണ്ടായി. അവരെല്ലാം യേശുപ്പച്ചനിൽ വിശ്വസിക്കുവാനായിട്ട് കാരണമായി. ആ കുടുംബം യേശുപ്പച്ചനിൽ വിശ്വസിക്കുവാനായിട്ട് കാരണമായി തീർന്നു. യേശുപ്പച്ചനിൽ വിശ്വസിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? മരിച്ച ലാസർ പോലും ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, കർത്താവിൽ അല്ലെങ്കിൽ യേശുപ്പച്ചനിൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കുവാൻ സാധിച്ചാൽ ഈ അത്ഭുതങ്ങളെ കാണുവാൻ, നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ കാണുവാൻ, അതിശയങ്ങളെ കാണുവാൻ നമ്മളെക്കൊണ്ട് സാധ്യമാകും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ യേശുപ്പച്ചൻ പറഞ്ഞു, ഇതെല്ലാം എന്തിനു വേണ്ടിയാ? ദൈവനാമം മഹത്വപ്പെടുത്തേണ്ടതിന്. അതുകൊണ്ട് നമ്മുടെ ജീവിതവും എന്തിനു വേണ്ടി ആയിരിക്കണം? ദൈവനാമം മഹത്വപ്പെടേണ്ടതിനായിരിക്കണം. പ്രിയ കുഞ്ഞുങ്ങളെ, ലാസറിൻ്റെ ജീവിതം ദൈവനാമം മഹത്വപ്പെടുത്തേണ്ടതിന് കാരണമായെങ്കിൽ നമ്മുടെ കൊച്ചു കൊച്ചു ജീവിതങ്ങളും നമ്മൾ എന്തിനു വേണ്ടി രൂപപ്പെടുത്തണം? ദൈവനാമം മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുവാൻ നമ്മളെക്കൊണ്ട് സാധ്യമാകണം. കുഞ്ഞുങ്ങളെ, കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ലാസറിനെ ഉയർപ്പിച്ച ദൈവം നമ്മളെയും അനുഗ്രഹിക്കുവാൻ
മതിയായവനാണ് എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. മറ്റുള്ളവരെ ആ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നമുക്ക് ശ്രമിക്കാം. അതിന് യേശുപ്പച്ചൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കഥ എല്ലാവർക്കും ഇഷ്ടമായോ? യേശുപ്പച്ചനോട് ചേർന്ന് നമുക്ക് നിൽക്കാം. അതിന് യേശുപ്പച്ചൻ നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് മറ്റൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബായ്. ഹലോ, കഥ വല്ലതും മനസ്സിലായോ? ബഥാനിയയിലെ ലാസറിൻ്റെ ഭവനോ? ഓ, എന്തൊരു കൂട്ടായ്മ! മാർത്തയും മറിയും ഒക്കെ അവിടെ സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊള്ളുന്നു. അവിടെ തമ്മിൽ കാര്യങ്ങൾ സംഭാഷിക്കുന്നു. കൂട്ടായ്മ മാത്രമല്ല, there is a dialogue with God. നമ്മുടെ വീടുകളൊക്കെ നല്ല ഫെലോഷിപ്പുള്ള വീടുകൾ, നല്ല ഡയലോഗുള്ള വീടുകളായി, ഭവനങ്ങളായി അവിടുന്ന് മാറണം. അത് മാറ്റപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമ്മുടെ മേൽ ചൊരിയുന്നത്, അത്ഭുതം നമ്മുടെ ഭവനങ്ങളിൽ നടക്കുന്നത്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം. അത് ഇടയായിത്തീരണമെങ്കിൽ നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവവുമായിട്ടൊരു കൂട്ടായ്മ ബന്ധത്തിൽ നിലകൊള്ളാം. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. കേൾക്കാം, അനുസരിക്കാം. ഹായ് മോളെ. ഹായ് അച്ഛൻ. രാവിലെ എന്താ കഴിച്ചു? കുന്തം. കുന്തം ആരെങ്കിലും കഴിക്കുവോ? ഞാനൊന്നും കഴിച്ചില്ല. അതെന്താ കഴിക്കാൻ? ഞാൻ മമ്മിയൊന്നും ഉണ്ടാക്കിയില്ലേ? ഇഡലി. ഇഡലി ഇഷ്ടമില്ലേ? ഇഡലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണമല്ലേ? സൗത്ത് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമല്ലേ? കുഞ്ഞിനത് ഇഷ്ടമില്ലേ? No, I hate ഇഡലി. ഇന്ന് ഇഡലി ആയിരുന്നു ഉണ്ടാക്കിയേ? ഇന്നല്ല, എന്നും ഇഡലി ഉണ്ടാക്കിയത്. ഞാനടുത്ത് ദൂരെ കളഞ്ഞു. ദൂരെ കളഞ്ഞോ? വേണ്ടെങ്കിൽ കഴിക്കണ്ടെന്നല്ലേ ഉള്ളൂ, അതിനടുത്ത് കളഞ്ഞത്. ഇനിയും അത് ഉണ്ടാക്കൽ എൻ്റെ വീട്ടില്. അച്ഛൻ കറിയണം. കൂട്ടുകാരി, എനിക്ക് ഇഡലി ഇഷ്ടമില്ല, സാമ്പാർ ഇഷ്ടമില്ല, ചട്നി ഇഷ്ടമില്ല. എനിക്ക് ഏറെയെല്ലാം മതി. വേറെ എന്തോ നിനക്ക് വേണ്ടത്? വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമല്ലേ നമ്മൾ കഴിക്കേണ്ടത്. എല്ലാ ദിവസവും ഹോട്ടലിൽ പോയി കഴിക്കാൻ പറ്റുമോ? എനിക്കറിയാം, നിൻ്റെ ഡാഡിയും മമ്മിയും നിന്നെ ഹോട്ടലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ആഹാരം വാങ്ങിച്ചു തരുന്നുണ്ട്, നിങ്ങൾ നൈറ്റ് ഡിന്നറിനൊക്കെ പോകുന്നുണ്ട്. രാവിലെ ഒരു നേരം ഇഡലി കഴിച്ചുകൊണ്ട് എന്താ ചത്തുപോവോ? അച്ഛനത് പറയാം. ഐ ഡോണ്ട് ലൈക്ക് ഇഡലി. എൻ്റെ വീട്ടിലെന്നും ഇഡലി അച്ഛാ. എനിക്കത് ഇഷ്ടമില്ല, അതിനാ ഞാൻ എടുത്ത് കളഞ്ഞത്. ഭക്ഷണം വേസ്റ്റ് ചെയ്യലെന്ന മുന്നിനറിയത്തില്ലേ? അറിയാം, എന്നാലും എടുത്ത് കളഞ്ഞില്ലേ എനിക്കത് കിന്നെയും തന്നോണ്ടിരിക്കും. ഐ ഹേറ്റ് ഇഡലി. അയ്യോ, ഇത്രയ്ക്ക് വലിയ ദേഷ്യമാണോ? ദേഷ്യമൊക്കെ കൊള്ളാം മോളെ, പക്ഷെ നീ ഭക്ഷണം എടുത്ത് കളഞ്ഞത് മോശമായിപ്പോയി. ഒരു മോശമില്ല. ഇനി ഏലല ഉണ്ടാക്കല്ല. അച്ഛനത് വീട്ടിൽ കറിയണം. ഓ, അച്ഛൻ പറയാം. പക്ഷെ നിനക്കറിയാമോ, നമ്മുടെ ലോകത്തിൽ 300 ദശലക്ഷത്തിലധികം ആളുകളാണ് ഈ ലോകത്തിൽ ഭക്ഷണമില്ലാതെ കഴിയുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 11% കുഞ്ഞുങ്ങൾ ഇന്ന് സ്റ്റാർവിങ്ങാണ്. അവർ ഭക്ഷണമില്ലാതെ വലയുകയാണ്. നീ അതൊക്കെ ഓർക്കണ്ടേ? നീ അവരുടെ മുഖമൊക്കെ ഓർത്താൽ ഈ ഭക്ഷണമൊക്കെ വേസ്റ്റാക്കാനും ഈ ഭക്ഷണം എടുത്ത് എറിയാനും കളയാനൊക്കെ പറ്റുമോ? നീ ആ ഭക്ഷണം എന്താ ചെയ്തത്? ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു. ഓ, വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടോ? കൂട്ടുകാരെ, ഇത് ശരിയാണോ? നിങ്ങളിങ്ങനെ ചെയ്യുമോ? ഡാഡി മമ്മി നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മമ്മി ഓഫീസൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അത് വേസ്റ്റാക്കി കളയുവാണോ? അത് നിങ്ങൾ വേസ്റ്റ് കൊട്ടയിലെറിയുകയാണോ? ഒരു ഭക്ഷണത്തിന് വേണ്ടി എത്രമാത്രം ആളുകൾ കൊതിക്കുന്നുണ്ടെന്നറിയാമോ? അവർക്കറിയാം, പക്ഷേ നിനക്കറിയില്ല. ഐ ഡോണ്ട് കെയർ. ഇതാ നിൻ്റെ കുഴപ്പം. നാളെ ഭക്ഷണമില്ലാതെ വരുമ്പോൾ, നാളെ പ്രയാസപ്പെടുമ്പോൾ അന്നേ എൻ്റെ കുഞ്ഞ് ഓർക്കത്തുള്ളൂ, ഭക്ഷണം അമൂല്യമാണ്. നമ്മുടെ മലയാളക്കരയിൽ ഇങ്ങനെ പറയാറുണ്ട്, ഓരോ അരി തരികളിലും അത് കഴിക്കേണ്ടവൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടില്ലെന്നുള്ളതല്ല, അതൊരു ചിന്തയാണ്, അത് മഹത്തായ ഒരു ചിന്തയാണ്. ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ടവൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു
അരി മണി പോലും വേസ്റ്റ് ചെയ്യരുത്, ഒരു ഗോതമ്പ് പോലും വേസ്റ്റ് ചെയ്യരുത്. എത്രയോ കർഷകരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഫലമാണ്. അവർ കൃഷി ചെയ്ത് നെല്ലുണ്ടാക്കി അത് പിന്നീട് പൊടിപ്പിച്ച് നമ്മൾ അരിമാവുണ്ടാക്കി അതിൽ നിന്ന് ഇഡലിയും ദോശയും ഒക്കെ വിവിധ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരുടെ നീണ്ട ഒരു അധ്വാനമുണ്ട്. അത് നീ മറന്നു. ഇതില്ലാത്തവരെ മറന്നു. 11 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഭാരപ്പെടുന്ന നീ മറന്നു. അവർക്കൊക്കെ അത് കൊടുത്തിരുന്നെങ്കിൽ അവരത് വളരെ ഭംഗിയോടെ സന്തോഷത്തോടെ വാങ്ങിച്ചേനെ. നീ പാപം ചെയ്തു. ഭക്ഷണം കളയുന്നവൻ പാപിയാ. ദൈവം ക്ഷമിക്കുന്നില്ല. കുഞ്ഞുങ്ങളും ഓർത്തോണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആഹാരമായിരിക്കാം ചിലപ്പോൾ ഉണ്ടാക്കി തരുന്നത്. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്തോത്രത്തോടെ അത് ഭക്ഷിക്കണം. ഇനി മേലാൽ നീ ആഹാരം കളയരുത്. നിൻ്റെ തെറ്റ് മനസ്സിലായോ? യെസ്, ഓക്കെ അങ്കിൾ, ഐ ആം സോറി. സോറി എന്നോടല്ല പറയേണ്ടത്, നിൻ്റെ മമ്മിയോട് എന്ന് പറയാം. ഞാൻ കറഞ്ഞോളാം. എന്നാലും എല്ലാ ദിവസവും ഈ ഇഡലി ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരുന്നു. അതിനെന്താ കുഴപ്പം? ഞാൻ പറയാം. പക്ഷേ ഇഡലി വേഗത്തിലുണ്ടാക്കാൻ പറ്റും, അധിക സമയം വേണ്ട. നിൻ്റെ മമ്മിയും ഡ്യൂട്ടിക്ക് പോകേണ്ടതല്ലേ, ജോലിക്ക് പോകേണ്ടതല്ലേ, വീട്ടിൽ പെട്ടെന്നുണ്ടാക്കുന്നില്ലേ? ഒരു ഇഡലി പോലും ഇല്ലാത്ത കുടുംബങ്ങളില്ലേ? നീ എൻ്റെ ഓർക്കണ്ടേ കുഞ്ഞെ, നീ അത് ഓർക്കണം. അതുകൊണ്ട് ഭക്ഷണം വേസ്റ്റാക്കരുത്. കൂട്ടുകാരെ, ഐ ആം സോറി. ഞാൻ അറിയാതെ ഭക്ഷണം വേസ്റ്റ് ചെയ്തു. എന്നോട് ക്ഷമിക്കണേ. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എല്ലാവരോടും സോറി പറയും. നല്ല കാര്യം. നീ സോറി പറയുക മാത്രമല്ല, ഇനി ഒരു ഭക്ഷണവും അത് റിജക്റ്റ് ചെയ്യരുത്, അത് വേണ്ടാന്ന് പറയരുത്. അതിലുപരി അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടരുത് കേട്ടോ. നീ കർത്താവിനോട് ക്ഷമ ചോദിക്കണം. അപ്പച്ചാ, ഞാൻ തെറ്റ് ചെയ്തു, ഭക്ഷണം ഞാൻ കളഞ്ഞു. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഭാരപ്പെടുമ്പോൾ നീ ചെയ്തത് മഹാതെറ്റാണ്. അച്ഛൻ, ഐ ആം സോറി. ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല. കൂട്ടുകാരി, ആരും ഭക്ഷണം കളയരുത്, ആരും ഭക്ഷണം കളയരുത്. എല്ലാവരും നല്ല കുഞ്ഞുങ്ങളായി നമുക്ക് ലഭിക്കുന്നത് സ്തോത്രം കറഞ്ഞ് കഴിക്കണേ. എല്ലാവരും ഭക്ഷണം കളയാതെ സ്തോത്രം പറഞ്ഞ് അവസാനത്തെ തരി പോലും പാത്രത്തിൽ ശേഷിപ്പിക്കാതെ കഴിക്കുക. കാരണം ഭക്ഷണം ദൈവദാനമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു അച്ഛൻ്റെ ആ കഥ. നമ്മളൊക്കെ എത്ര ഫുഡാണ് വേസ്റ്റ് ചെയ്യുന്നത് ഇല്ലയോ? നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, നമ്മൾ തട്ടി അങ്ങ് കളയും, നമുക്ക് വേണ്ട. എന്നാൽ നമ്മൾ വേസ്റ്റ് ആക്കുന്ന ഫുഡ് എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കും? നമ്മൾ വേസ്റ്റ് ആക്കുന്ന ഫുഡ് എത്ര പേർക്ക് അവരുടെ ഭക്ഷണമില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും? കുഞ്ഞുങ്ങളെ, ഒരു ഭക്ഷണവും വേസ്റ്റ് ആക്കല്ലേ. ഒരു ഭക്ഷണം സേവ് ചെയ്താൽ അത് ഒരു ഭക്ഷണം ഉൽപ്പാദിക്കുന്നതിന് തുല്യമാണ്. അതായത് ഒരരി ഞാനും നിങ്ങളും കളയാതിരുന്നാൽ അതൊരു ഉൽപ്പാദിപ്പിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ ഭക്ഷണം വേസ്റ്റ് ആക്കാതെ ദിനംതോറും ജീവിക്കാൻ ഇടയാക്കട്ടെ. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. പാടാം, നേടാം. There's nothing my God can I do, and my God is so big, so strong and so mighty. There's nothing my God can I do. The river is here, the stars are here, the mountains are here, and then my God is so big, so strong and so mighty. There's nothing my God can I do for you. ഇവിടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടുന്നത് കേട്ടപ്പോൾ ഒരാഗ്രഹമുണ്ടോ എൻ്റെയും വീഡിയോ വരണമെന്ന്? ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഇതേ ഫോമിൽ പിടിച്ച്
പാട്ട് റെക്കോർഡ് ചെയ്യണം. 2 മിനിറ്റിൽ കുറയാത്ത ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാമെങ്കിൽ അടുത്ത സെഗ്മെൻറ്റിൽ നിങ്ങളുടെ പാട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. തയ്യാറാണോ? അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച കാണും വരെ ബൈ.